ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പെട്രോൾ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞത്. വണ്ടി ഉപയോഗിക്കാണ്ട് കുറേ നാൾ ഇരുന്നാൽ പോലെയാണ് ലക്ഷണങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് കാര്യങ്ങളുണ്ട്. നിലവിൽ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വന്നൊരു പ്രോബ്ലമാണ് ഈ കാർബറേറ്റർ കംപ്ലൈൻറ്റ് ആവുക എന്നുള്ളത്. ഇതിപ്പോൾ കാർബറേറ്റർ ഫുള്ള് ദ്രവിച്ചൊരവസ്ഥയിലേക്ക് ആയി പോയിട്ടുണ്ട്. മൊത്തത്തിൽ ഡാമേജ് ആണ് കേട്ടോ. കാർബറേറ്റർ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ 99% പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റണമെങ്കിൽ തന്നെ ഏകദേശം നമുക്കൊരു സ്ലോ ജെറ്റൊക്കെ മാറ്റി ഫ്ലോട്ട് വാൽവ് മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 550-600 നമുക്ക് ചിലവുണ്ട്. അപ്പോൾ നിലവിൽ അത് അങ്ങനെ ചെയ്താൽ പോലും പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് 99% വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പണി പഴുപണിയാവും. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കാർബറേറ്റർ അസംബ്ലി മാറ്റി വെക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റഡുമായ അത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. പിന്നെ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ കംപ്ലയിൻസിൻ്റെ ഒക്കെ ഏകദേശം ഒരു രൂപ നമ്മൾ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്ക് ഉണ്ട്. ആക്സിലേറ്റർ കേബിൾ ഇവിടെ ഒടിഞ്ഞോടെ ഇരിക്കുന്നുണ്ട് ഈ സൈഡ്. ക്ലച്ച് സൈഡ് ഞാൻ ചുമ്മാ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാം. ജനറൽ സർവീസിലെ ക്ലച്ച് ഗ്രീസിങ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അഴിച്ചാണ്. അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിയത്തെ വീലുകളുടെ ഭാഗത്തൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷേ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം. ഈ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിളും പോയിട്ടുണ്ട്, ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലെവൽ വളരെ ലോ ആയിട്ട് കാണുന്നത്. ഏറ്റവും കുറവ് ലെവലിലാണ് കിടക്കുന്നത്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റി സെറ്റ് ചെയ്യേണ്ടതാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുമ്പോഴാണ് ടൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓയിലാണ് എനിക്ക് കേട്ടോ. മറ്റേപാട് ഇടുമ്പോൾ ഏറ്റവും അടിയിലാണ് കിട്ടണത്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറ്റേണ്ടി വരും. പ്ലഗ് മാറ്റി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ പ്ലഗ് ഓൾറെഡി ഷോർട്ടാണ്. പ്ലഗ് കാര്യമായിട്ട് പഴക്കം കൊണ്ട് വന്നതല്ല, പ്ലഗിനകത്ത് കാർബൺ കൂടുതൽ വന്നിട്ട് അടിച്ചു പോയതാണ്. പ്ലഗ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ്, മാറ്റി പുതിയത് ഇടണം നമുക്ക് എന്തെങ്കിലും കേട്ടോ. പിന്നെ ഇതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. പക്ഷേ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് റെഡിയാക്കി എടുക്കാം. പിന്നെയുള്ളത് ഓൾറെഡി അതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റാണ്, സ്റ്റിൽ ഡെഡായിപ്പോയി, ഫുള്ള് കംപ്ലയിൻ്റ് ആണ്. അതായത് ഒരു മീറ്റർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിജിറ്റൽ തെളിയാനുള്ള പവർ പോലും ബാറ്ററിക്ക് ഇല്ല. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വയ്ക്കേണ്ടി വരും. ഉപയോഗിക്കാണ്ട് ഇരുന്നത് കൊണ്ട് തന്നെ സെൽഫിൻ്റെ സ്വിച്ചും കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്, സെൽഫ് റിലേയും പോയിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ട് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞല്ലോ, ബ്രേക്ക് അഡ്ജസ്റ്റിങ് മാക്സിമത്തിൽ നിൽക്കണം. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ രണ്ട് കേബിളും മാറ്റിയിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ വാട്ടർ സർവീസ്, ഓപ്പൺ വാഷിംഗ് ആയിട്ട് വാട്ടർ സർവീസിൻ്റെ കേസും കൂടി ഒന്ന് ചെയ്തു പോകണമല്ലോ. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഏകദേശം ഞാനൊരു എസ്റ്റിമേറ്റാക്കി പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.